എന്താടാ? ആ കൊച്ചുപ്രേമൻ ഇവിടെ എങ്ങനെ വന്നോ? ഇല്ല. എന്തേ? നാട്ടുകാര് തല്ലാൻ ഓടിക്കുന്നിടക്കെ അവൻ എങ്ങോട്ടോ മുങ്ങി. അയ്യോ, മുങ്ങിയെങ്കി ഇനി എവിടെ പൊങ്ങും? ഞാനിവിടെ ഉണ്ട്. ചതിച്ചടാ. ഇതെന്ത് പറ്റിയടാ? ചതിച്ചടാ. എന്റെ സന്താനവർദ്ധനി ചതിച്ചു. നിന്റെ സന്താനവർദ്ധനി കഴിച്ച് ആരെങ്കിലും മരിച്ചോ? മരിച്ചതല്ലടാ, ഗർഭം ഗർഭം. ഗർഭിണിയാകാത്തവർക്ക് ഗർഭം ധരിക്കാനുള്ളതല്ലേ നിന്റെ സന്താനവർദ്ധനി? തന്നെ. പക്ഷെ ഇത് ഗർഭിണി അല്ലടാ, ഗർഭണനാ. ഗർഭണനാ? എന്റെ സന്താനവർദ്ധനി കഴിച്ച ഒരു പുരുഷന് ഗർഭലക്ഷണം, നിർത്താതെയുള്ള ഛർദിയും വയറ്റുവേദനയും ഒന്നും പറയണ്ട, അതിന്റെ റിയാക്ഷൻ ആയത്. അല്ല, എന്താ നിന്റെ വർദ്ധനി? പുകയിലെ ചാറും ശർക്കര വെള്ളവും കൂടി ഒരു മിക്സ് അല്ലേ? അത് കഴിച്ച് ആരാ ഛർദിക്കാത്തത്? തന്നെ സത്യം പറയാൻ ആരും സമ്മതിക്കണ്ടേ? അതിനു മുമ്പ് എടുത്തിട്ടൊക്കെ ചാർത്തി. അങ്ങനെ ഭാഗവരുടെ പണി പോയ പോലെ നിന്റെ പണിയും പോയി. അതെ, എന്റെ കാര്യം അങ്ങ് വിട്ടേക്ക്. എനിക്ക് ഈ പണി പോയാ ഒരു ചുക്കുമില്ല. ഏറിയാൽ ഒരു 6 മാസം. അത് കഴിഞ്ഞ എന്റെ അമേരിക്കൻ സുന്ദരിയായിട്ടുള്ള വിവാഹം നടക്കും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഒറ്റ പറക്കലല്ലേ? പറക്കും. കാക്ക മലന്ന് പറക്കും. കഴിഞ്ഞ 14 വർഷമായിട്ട് ഇങ്ങോട്ട് എത്തി നോക്കാൻ തോർത്തിയാ വരാൻ പോണെന്ന് പറഞ്ഞെടുത്ത് സ്വപ്നം കണ്ട് നടക്കുന്നത്. അഥവാ വന്നാൽ തന്നെ അവളെ കൂടെ ഒരു സായിപ്പും ഉണ്ടാവും. അത് കണ്ട് മാനസ മൈനയും പാടി കെട്ടിത്തൂങ്ങി ചാവാൻ ഒരു കയറെടുത്ത് വെച്ചോ. പിന്നെ അവള് വരുന്നതിന് മുമ്പ് നീ ഒന്ന് വിളിച്ചു പറഞ്ഞ നിനക്ക് പറ്റിയ ഒരു ആഫ്രിക്കക്കാരെ കൂടെ അവള് കൊണ്ട് തരും. നിന്റെ കരുനാക്കൊല്ലം ഫലിച്ചാണല്ലോ. കല്യാണം, ജോലി തുടങ്ങിയ ഭാവി കാര്യങ്ങളെ കുറിച്ച് നിനക്കറിയണോ? അറിയണമെങ്കിൽ വഴിയുണ്ട്. ദേവി പ്രസാദം ലഭിച്ചൊരു ജ്യോത്സ്യനുണ്ട്. അങ്ങേര് പ്രവചിച്ചതൊന്നും ഇതുവരെ നടക്കാതിരുന്നിട്ടില്ല. പിന്നെ കൊടുക്കുമ്പോഴെല്ലാം കൂടെ ദൈവം കൊടുക്കില്ല എന്ന് പറഞ്ഞതുപോലെ അങ്ങേരെ കാര്യം. എന്ത്? ഇത്രയും വലിയ ജ്യോത്സ്യനായിരുന്നിട്ടും മദ്യം അങ്ങേർക്ക് ഒരു ദൗർബല്യമാണ്. എനിക്കൊരു ജ്യോത്സ്യനും കാണണ്ട. ആരെതിർത്താലും ശരി, ഞാൻ നീലിമയെ വിവാഹം കഴിച്ചിരിക്കും. അപ്പോ ഈ ജ്യോത്സ്യനാരെന്ന് പറഞ്ഞില്ലല്ലോ? ജ്യോതിഷ പണ്ഡിതൻ ഭാസ്കരൻ നായർ. വരുവിൻ, ഇത് വായിക്കുവിൻ, വാങ്ങിക്കുവിൻ, കഴിക്കുവിൻ. ബഹുജനങ്ങളെ, അമ്മമാരെ, എനിക്ക് പ്രിയപ്പെട്ട സ്ത്രീജനങ്ങളെ, വാചകമടിച്ച് വീമ്പിളക്കി നിങ്ങളെ വഴിയാധാരമാക്കുന്ന ഒരു വഴിയോര കച്ചവടക്കാരനല്ല ഞാൻ. വ്യാപകരില്ലാതെ ദേഹമലയ്ക്ക് പണിയെടുത്ത് ക്ഷീണിച്ചവശനായി വീട്ടിൽ ചെന്ന് സ്വന്തം പ്രിയതമയോട് വയ്യ എന്ന് പറയുന്ന പുരുഷന്മാർക്കുള്ളതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരിയിൽ ഒരു കാർത്തിയായിനി സന്താനവർദ്ധനി കഴിച്ച് 6 മാസം കോമനായ ഒരു കുമാരന് ജന്മം നൽകിയ വിവരം നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണുമല്ലോ. ഇതിന്റെ ഉറവിടം ശ്രദ്ധിക്കൂ. 42 കൂട്ടം പച്ചമാങ്ങകളും പച്ചമരുന്നുകളും 7.5 കൂട്ടം നെയ്ശകലങ്ങളും ചില പ്രത്യേകതരം ഇഴജന്തുക്കളുടെ സത്തുക്കൾ അരച്ചു ചേർത്തുണ്ടാക്കിയതാണ് ഈ സന്താനവർദ്ധനി. കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ അല്ല, പൊള്ളാച്ചി മുതൽ ചെന്നൈ വരെ അല്ല, ബോംബെ മുതൽ മുംബൈ വരെ അല്ല, പിന്നെയോ സിംഗപ്പൂർ, കാൺപൂർ, ജംഷഡ്പൂർ, കോലാലംപൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങളുടെ സന്താനവർദ്ധനി സ്ഥാനം പിടിച്ചു. 10 വർഷമായിട്ടും പ്രസവിക്കാതിരുന്ന പൊള്ളാച്ചിക്കാരി പെണ്ണമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞിനെ സമ്മാനിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ എന്റെ സന്താനവർദ്ധനിക്ക് കഴിഞ്ഞ വിവരം ഞാൻ അഭിമാനപൂർവ്വം അറിയിച്ചു കൊള്ളട്ടെ. പ്രസവിക്കാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുക്കുന്നത്. എന്റെ സമ്മർദ്ദനികൾ കൊണ്ട് ഗർഭം ധരിച്ച സ്ത്രീകളുടെ കഥ ഒരുപാട് പറയാനുണ്ട് സുഹൃത്തുക്കളെ. പക്ഷെ ഞാനിവിടെ പറയുന്നില്ല, പറയാൻ ആഗ്രഹിക്കുന്നില്ല. പ്രസവിക്കാത്ത പുരുഷന്മാർക്കും ഉത്തേജനമില്ലാത്ത സ്ത്രീകൾക്കും വാങ്ങിക്കാം. ഏതാനും കുപ്പികൾ മാത്രം ബാക്കി. കുടുംബാസൂത്രണ കമ്മീഷൻ ഒരു പക്ഷേ ഇതിന്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാം. അതിനു മുമ്പ് വാങ്ങി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം. പുറകെ നിൽക്കുന്ന വല്യച്ഛനൊന്ന് വഴിയെടുക്കൂ. ഇതാ വല്യച്ഛ, എല്ലാം മംഗളമായിരിക്കട്ടെ. ഇനി ആരാണ്? ആ, കടന്നു വരും. ഇത് കുട്ടികളെടുത്ത് കഴിക്കാതെ സൂക്ഷിക്കണം. ഇനി ആർക്കാണ് സന്താനവർദ്ധനി? ആളാരാണ്? അപ്പാപ്പൊരു 5 കുപ്പിയെങ്കിലും വേണ്ടി വരും. തൽക്കാലം 1 കുപ്പി തരാം. ചേച്ചിക്ക് വേണം, തരാം. എല്ലാ സ്ത്രീകൾക്കും വാങ്ങി ഉപയോഗിക്കാവുന്നതാണ് സന്താനവർദ്ധനി. ഇന്നത്തെ കച്ചവടം തീർന്നിരിക്കുന്നു. എല്ലാവർക്കും പോകാം. എല്ലാവരും പിരിഞ്ഞു പോകണം. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഇവിടെ വെച്ച് തന്നെ കാണാം. ഭാഗ്യസിദ്ധി ലഭിക്കുന്നവർ എന്നെ അറിയിക്കാൻ മറക്കരുത്. എന്റെ അഡ്രസ് ആ കുപ്പിയുടെ ലേബലിൽ തന്നെയുണ്ട്. തീർന്നു പോയെന്ന് ഞാൻ ചുമ്മാ പറഞ്ഞതാ. 1 കുപ്പി സ്പെഷ്യലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കഴിച്ചാ ഡോക്ടർ പറഞ്ഞ പോലെ കുട്ടികളുണ്ടാവോ? ഉണ്ടായില്ലെങ്കിൽ ഞാൻ സഹായിക്കാം. തെറ്റിദ്ധരിക്കണ്ട, വേറൊരു മരുന്ന് തന്ന് സഹായിക്കാമെന്ന് ഞാൻ പറഞ്ഞതാ. ഇത് കഴിച്ച് ഭർത്താവിന് ഫലം കണ്ടാൽ മാത്രം പണം തന്നാൽ മതി. അതുവരെ ഈ കുട്ടിക്ക് ഫ്രീ. ഇതിന് പ്രത്യുപകാരമായി ചേട്ടൻ എനിക്കൊന്ന് കാണണം. ഞാൻ അടുത്ത ആഴ്ച വരാം. ഒന്ന് എടുപ്പിക്കാനാ. കൂറിൽ ജനനം, ഉത്തരാടം ആദ്യവാദം. 18 വയസ്സ് വരെ പയ്യൻ പൊടി പൊടിക്കും. പിന്നെ രാഹുവിന്റെ വരവാ. രാഹു വന്ന ഇവന്റെ ജീവിതം കട്ടപ്പുകയായിട്ടാ കാണുന്നത്. ഇരിപ്പ് കള്ള് ഷാപ്പിലും കിടപ്പഞ്ഞ വീട്ടിലും. അഴി പാഴ്സലായിട്ട് കിട്ടുന്ന കാര്യം ഉറപ്പാ.
കൊള്ളാം. സന്ധ്യ നേരത്ത് ഒരാളിരുന്ന് ഒറ്റയ്ക്ക് ചിരിക്കുന്നു. ദേ വേറൊരുത്തി മൂതയെ പിടിച്ച പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുന്നു. എന്റെ ഭഗവാനെ, ബാക്കിയുള്ളവൾ ഓടി നടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട് തിരിച്ചു വരുമ്പോ ഇത്തിരി വെള്ളം തരാൻ പോലും. എന്തിരിപ്പാടി ഇത്? നിനക്ക് എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ ഇരിക്കുന്നു. ചേച്ചിക്ക് എന്താ? നീ ഇരിക്കേ കിടക്കേ എന്ത് വേണമെങ്കിലും ചെയ്തോ. പക്ഷേ അതിനൊക്കെ ചില രീതികളുണ്ട്, പ്രത്യേകിച്ച് പെമ്പിളാർക്ക്. ചേച്ചിക്ക് അറിയാവുന്ന രീതികളൊന്നും എനിക്കറിഞ്ഞൂടാ. കണ്ടില്ലേ അച്ഛാ അവൾ ചൊറിയുന്ന വർത്തമാനം പറയുന്നത്? എന്റെ ദൈവമേ, ഇവൾക്ക് ഇന്ന് എന്ത് പറ്റി? എന്തിനാ സുമുഖി നീ അവളുടെ നേരെ വെറുതെ കയറ് പൊട്ടിക്കുന്നേ? അവൾ നക്ഷത്രപ്രകാരം ശുക്രദശയാണെങ്കിലും രാഹു 11 ഇത്തിരി പൊട്ടലും ചീറ്റലും ഒക്കെ കാണും. അതെ, രണ്ട് പൊട്ടിക്കാതെ എന്റെ കുഴപ്പാ. മുല്ലപ്പൂ മണക്കുന്നല്ലോ. മോള് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ടോ? എന്താ വിശേഷം? വിശേഷമൊന്നുമില്ല അച്ഛാ. നാദികതാ വിളക്കിലിടട്ടെ. ജനുവേട്ടനോട് അച്ഛാ? ഈ സമയത്ത് അവൻ ഇവിടെ പോവാനാ? ജോലിക്ക് പോകാൻ ഒരുങ്ങായിരിക്കും. അയ്യോ, ജനുവേട്ടന് ഞാനിന്ന് ജോലിക്ക് വിടില്ല. ഫാക്ടറി പരിസരത്ത് മുഴുവൻ ലാത്തി ചാർജ് അച്ഛാ. എന്റെ ഗുരുവായൂരപ്പാ, രാത്രി ഇവിടെ വീശുവോ? മുല്ലപ്പൂ ഒരുപാട് കാശ് കിട്ടുന്നുണ്ടല്ലോ. ഇത്തിരി പൂവൊക്കെ സ്വന്തം കാശ് കൊടുത്ത് വാങ്ങിക്കേ. ഇതേ വേറെ ആവശ്യത്തിനുള്ളതാ. കുളിച്ചീറനായി നെറ്റിയിൽ ചന്ദനക്കുറി ചാർത്തി മുടിയിൽ മുല്ലപ്പൂ ചൂടി നമ്മറമുഖിയായി പ്രാണനാഥന്റെ അരികിലേക്ക് മന്ദം മന്ദം ചെല്ലുക. പ്രേമപൂർവ്വം സന്താനകൽപ്പം 2 or 3 സ്പൂൺ നാവിൽ വച്ചു കൊടുക്കണം. അവസാനത്തെ സ്പൂൺ പാതി ഭർത്താവും പാതി ഭാര്യയും പങ്കിട്ട് കഴിക്കണം. പിന്നെ എല്ലാം ഒരു ഇളം കാറ്റുപോലെ സംഭവിക്കും. കൂടുതൽ കഴിച്ചാൽ കൊടുങ്കാറ്റായി മാറാനും സാധ്യതയുണ്ട്. കൊടുങ്കാറ്റെങ്കിൽ കൊടുങ്കാറ്റ്. എങ്കിൽ ധൈര്യമായി മുന്നേറും. എനിക്കൊന്ന് പ്രസവിക്കണം. സായിപ്പന്മാരുടെ കള്ളിന് എന്തൊരു ചവർപ്പ. തൊട്ട് നക്കാൻ ഇത്തിരി വിച്ചു പോലും ഇല്ലല്ലോ. മോളെ മാറക്കുട്ടി, അച്ഛന് തൊട്ട് നക്കാൻ എന്തെങ്കിലും ചോട്ടെ. ആ മേശപ്പുറത്തെങ്ങാനും കാണും. ഓ, ഇവിടത്തെ മേശപ്പുറത്താന്ന്. ഓ, പിള്ളേരൊന്നും ഗുണം പിടിക്കത്തില്ല. കൊള്ളാം കൊള്ളാം. കെട്ടിയോനും കെട്ടിയോളും കൂടെ രാത്രി ഉറക്കമിളച്ചിരുന്ന് അരവണ പായസം ആദ്യയില്ല. പായസം പായസം കല്ലിന്റെ കൂടെ മധുരം അടിച്ചാ ഇരട്ടി ഫലമാന്നാ പറയുന്നത്. കാനന ഛായയിൽ അടുമയ്ക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ.